ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഹോട്ടൽ റൂമിലേക്ക് രാജീവൻ വരികയാണ്. അന്നേരം കുറച്ച് വെള്ളമൊക്കെ കുടിക്കുകയാണ്. അപ്പോൾ ശിവൻ ചോദിക്കുന്നുണ്ട്, എന്താ ഈടാ കാര്യങ്ങളെന്ന് ചോദിക്കുകയാണേ. കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ നടന്നിട്ടുണ്ട്. 20 ഏക്കറിൽ ഒരൊറ്റ വീട്, പരിസരത്തൊന്നും ഒരു വീടില്ല എന്ന് പറയാണ് കേട്ടോ. നമ്മൾ വിചാരിച്ച പോലെ നടക്കുമോ? പിന്നല്ലാതെ നമ്മൾ വിചാരിച്ച പോലെ തന്നെ നടക്കും. അല്ല, ഇനിയിപ്പോൾ കൂടെ നിൽക്കുന്നവർ ചതിക്കുമോ? എൻ്റെ അളിയനല്ലേ, എൻ്റെ അളിയൻ ഞാൻ പറയുന്ന വിട്ട് ഒരടി പോലും മാറൂല. ഉറപ്പായിട്ടും അളിയനെ കുറച്ച് റബ്ബർ തോട്ടം വാങ്ങിച്ചിട്ടതാ. പക്ഷെ അവിടെ കാര്യമായിട്ടൊന്നും ചെയ്യാനൊന്നും കഴിഞ്ഞില്ല. അതുകൊണ്ട് അത് അങ്ങനെയൊക്കെ എടുക്കുക. അപ്പോൾ ഉറപ്പായിട്ടും അവളെ നമുക്ക് അവിടെ കൊണ്ടുവന്നിടാമെന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ഇനി പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലേ? ഇല്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. പെണ്ണ് കേസാണ് കേട്ടോ. എന്തെങ്കിലും പ്രശ്നം വന്നാൽ കുടുങ്ങും എന്ന് ശിവൻ പറയുമ്പോൾ ശിവേട്ടനൊന്നും പേടിക്കാതിരിക്കുക, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. പോലീസിൻ്റെ കാര്യം ശിവേട്ടൻ നോക്കണം എന്ന് പറയണേ. അത് ഞാൻ നോക്കിക്കോളാം, അതിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. SP നമ്മളറിയാവുന്ന ആൾ തന്നെയാണ്. ആ ഭാഗത്തു നിന്ന് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഞാൻ നോക്കിക്കോളാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടക്കും. ഗോവർദ്ധനെ നമുക്ക് ഇവിടേക്ക് വിളിപ്പിക്കാം. കാരണം ആ ഒരു സമയത്ത് ഗോവർദ്ധൻ അവിടെ ഉണ്ടാവാൻ പാടില്ല. സുലോചനയാണെന്നുണ്ടെങ്കിൽ വൈജയുടെ അടുത്തേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ പിന്നെ ആ സമയത്ത് നമ്മൾ ഗോവർദ്ധൻ ഇവിടെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ഓട്ടോയിൽ അല്ലെങ്കിൽ ബസ്സിൽ പോകാനാണ് ചാൻസ് ഉള്ളൂ. ആ സമയത്ത് വേണം നമുക്ക് കാര്യങ്ങൾ നടത്താനായിട്ട്. ഇനിയിപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? പ്രശ്നങ്ങളൊന്നുമില്ല. അവൾ അങ്ങോട്ട് കയറി ചെന്ന് കൊടുത്താൽ മാത്രം മതി. നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കും ശിവേട്ട എന്ന് പറയുകയാണേ. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് വൈജനെ കെയർ ചെയ്യാണ് കേട്ടോ. അങ്ങനെ സിസ്റ്ററും ഉണ്ട്, അതുപോലെ തന്നെ അലീനയുണ്ട്. അങ്ങനെ അലീന കൈയൊക്കെ ഒന്ന് വൃത്തിയാക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് വൈജയന്തി കൈ വലിച്ച് നെഞ്ചത്തിലേക്ക് വെക്കുകയാണ് കേട്ടോ. അലീന എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അതിന് അനുകൂലിക്കുന്നില്ല, എതിർക്കാണ് ചെയ്യുന്നത്. പറ്റാവുന്ന രീതിയിൽ എതിർക്കാണ് കേട്ടോ. ഇത് സിസ്റ്റർ കാണുകയാണ്. അപ്പോൾ സിസ്റ്റർ പറയും, എന്തു പറ്റി, വേദന ഉണ്ടാവും ചിലപ്പോൾ എന്ന് പറഞ്ഞിട്ട് സിസ്റ്റർ പറയാണ്, മോള് മാറി നിൽക്കുന്നു പറഞ്ഞിട്ട് സിസ്റ്റർ ചെയ്യാമെന്ന് പറയാൻ കേട്ടോ. സാരില്ല, മോള് വിഷമിക്കേണ്ട, ചിലപ്പോൾ മോളെ കൊണ്ട് ജോലി എടുപ്പിക്കുന്നതിലുള്ള വിഷമമായിരിക്കാനും വഴിയുണ്ട് എന്ന് പറഞ്ഞിട്ട് സിസ്റ്റർ തന്നെ ചെയ്തു കൊടുക്കുകയാണ്. സിസ്റ്റർ ചെയ്തു കൊടുക്കുമ്പോൾ വൈജയ്ക്ക് ഒരു കുഴപ്പമില്ല. വൈജ അങ്ങനെ കൈ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ, അതേ ആൾ കൈ ഇങ്ങനെ വെച്ച് തരുന്നുണ്ടല്ലോ, ഇതെന്താ പ്രശ്നമുണ്ടല്ലോ, മോളോട് എന്തെങ്കിലും പിണക്കാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതോ മോള് ജോലി എടുക്കുന്നതിൽ പിണക്കായിട്ടാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് സിസ്റ്റർ കേട്ടോ. അപ്പോൾ അലീനയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി ജ്യൂസ് കൊടുക്കാം, ജ്യൂസ് കുടിച്ച് കഴിഞ്ഞതിന് ശേഷം കോളറ വയ്ക്കാം എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ജ്യൂസ് കൊടുക്കാനായിട്ട് അലീന അങ്ങനെ സ്ട്രോ അങ്ങനെ വായിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ വായ ഇങ്ങനെ അടിച്ച് പിടിച്ചിരിക്കാൻ കേട്ടോ. ഒരു താറ്റി പോലും തുറക്കണില്ല വൈജയന്തി. അപ്പോൾ അലീന പറയും, ജ്യൂസ് കുടിക്കുന്നില്ല. ആണോ, എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സിസ്റ്റർ വന്നും കണ്ടിട്ട് ജ്യൂസ് കൊടുക്കണ വഴിക്ക് വൈജയന്തി ജ്യൂസ് കുടിക്കുകയാണ് കേട്ടോ. അലീനയ്ക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അലീന ഇങ്ങനെ മാറി നിന്നിട്ട് സങ്കടപ്പെടുകയാണ്. അലീന പറഞ്ഞു നോക്കിയിട്ടാ, ഒന്ന് കുടിക്കൂ പ്ലീസ്, വാശി കാണിക്കരുതെന്നൊക്കെ പറഞ്ഞെങ്കിലും വൈജയന്തി വായ അടച്ചു പിടിക്കുകയായിരുന്നു. സിസ്റ്റർ കൊടുത്തപ്പോൾ ജ്യൂസ് മുഴുവൻ കുടിച്ചു എന്ന്. അപ്പോൾ പറയണ്ടേ, ജ്യൂസ് മുഴുവൻ കുടിച്ചു, ഇത് മോളോടുള്ള പിണക്കം തന്നെയാണെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നതെന്ന് പറയും. അലീന അങ്ങനെ മാറി നിന്നിങ്ങനെ കരയാണ് കേട്ടോ, സങ്കടത്തോട് കൂടിയിട്ട്. അപ്പോഴേക്കും ഡോക്ടർ വരികയാണ്. ഡോക്ടർ വന്നിട്ട് വൈജയനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പോൾ കുറച്ച് ഭേദമില്ലേ, കുഴപ്പമൊന്നുമില്ല, പേടിക്കൊന്നും വേണ്ട. ഇവിടെ വന്ന അവസ്ഥ എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ പേടിപ്പിച്ചു, പക്ഷേ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ, എല്ലാതും ഓക്കെ ആവും എന്നൊക്കെ പറയും. അപ്പോൾ കൈക്ക് നല്ല വേദന ഉണ്ടെന്നൊക്കെ അനില പറയുമ്പോൾ അതൊക്കെ ശരിയായിക്കോളും, മാറിക്കോളും, ഇപ്പോൾ ബെറ്റർ ആയിട്ടുണ്ട്, ഇനിയിപ്പോൾ പ്രശ്നമൊന്നുമില്ല, പേടിക്കാനൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ ഇങ്ങനെ റിസൾട്ടും കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. സിസ്റ്ററോട് കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, മനസ്സാണ് നമ്മുടെ കൂടെ വേണ്ടത്, മനസ്സാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ധൈര്യം തരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിലാക്കുന്നുണ്ട് വൈജയന്തിനെ. അതിനുശേഷം അലീന പോകാൻ നിൽക്കുമ്പോൾ സുലോചന എടുത്ത് വന്നിട്ട് പറയും, ഇനി ആൻറ്റി കയറിക്കോളാൻ പറയാം കേട്ടോ. അപ്പോൾ വൈജയുടെ അടുത്തേക്ക് സുലോചന പോവും. ഗോവർദ്ധനങ്ങൾ പുറത്തേക്ക് പോയിരിക്കുകയാണല്ലോ എന്ന് പറയുമ്പോൾ അതിപ്പോൾ വന്നോളൂ എന്ന് പറയുകയാണ്. ഈ സമയത്ത് ബാലേന്ദ്രൻ അലീനയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് മോളെ പോകുന്നില്ലേന്ന് ചോദിക്കുകയാണ്. ഞാനിപ്പോൾ വരിക അച്ഛ എന്ന് പറയാം കേട്ടോ. അപ്പോൾ അവിടെ ഗോവർദ്ധൻ ഇല്ലെന്ന് ചോദിക്കുമ്പോൾ ഗോവർദ്ധനങ്ങൾ പുറത്തേക്ക് പോയി. അപ്പോൾ മോളെ എങ്ങനെ വരും എന്ന് ചോദിക്കുകയാണ്. ഞാനൊരു ഓട്ടോ പിടിച്ച് വന്നോളാം അച്ഛ. അപ്പോൾ ഓട്ടോ പിടിക്കണമെന്നുണ്ടെങ്കിൽ ആശുപത്രി കോമ്പൗണ്ടിൽ പുറത്ത് പോകേണ്ടതെന്ന് ചോദിക്കുകയാണ്. അതിനെന്താ അച്ഛാ, ഒരു 5 മിനിറ്റ് നടക്കല്ലേ വേണ്ട ഓട്ടോ സ്റ്റാൻഡിലേക്ക്, അതിന് ഞാൻ ഓട്ടോ പിടിച്ച് വന്നോളാം, 4 കിലോമീറ്ററല്ലേ ഇവിടെ നിന്നുള്ളൂ. മോളെ ഞാൻ കാറും കൊണ്ടുവരാം. വേണ്ട അച്ഛൻ ഇനി കാറൊന്നും കൊണ്ടുവരാൻ നിൽക്കണ്ട, ഞാനൊരു ഓട്ടോ വിളിച്ച് വരാം, പെട്ടെന്ന് തന്നെ അങ്ങോട്ട് എത്തും എന്ന് പറഞ്ഞാണ്. അങ്ങനെ ഫോൺ കട്ട് ചെയ്തിട്ട് ഫോണൊക്കെ ബാഗിൽ വെച്ചിട്ട് അലീന പുറത്തേക്ക് ഇറങ്ങാണ്. പിന്നീട് വൈജയുടെ റൂമിൽ സുലോചന വന്നിട്ട് വരികയാണ്. അങ്ങനെ സിസ്റ്റർ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ വൈജയ്ക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഒരു പ്രശ്നമില്ല. അങ്ങനെ സുലോചന വന്നു കണ്ടിട്ട് വൈജയുടെ കൈ ഒന്ന് തൊടുമ്പോഴേക്കും വൈജ പെട്ടെന്ന് തന്നെ കൈ വലിക്കുകയാണ് കേട്ടോ. വൈജയ്ക്ക് സുലോചനയോടും ഇഷ്ടമില്ല, കാരണം ബാലേന്ദ്രൻ്റെ പെങ്ങളാണല്ലോ. അപ്പോൾ ആ നിലയ്ക്ക് ഈ സുലോചനയോടും ദേഷ്യം തന്നെയാണ്.
അന്നേരം അത് സിസ്റ്റർ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, അതെ നേരത്തെ ഒരു പെൺകുട്ടി ഇവിടെ ഉണ്ടായിരുന്നില്ലേ ബൈസ്റ്റാൻഡറായിട്ട്, ആ പെൺകുട്ടി ഈ ആൻറ്റിയുടെ മോളല്ലേ എന്ന് ചോദിക്കുകയാണ്. എന്താ അങ്ങനെ ചോദിച്ചത്? അല്ല മോളല്ലേന്ന് എനിക്ക് സംശയം. കാരണം ആ കുട്ടി കെയർ ചെയ്യുന്നതൊന്നും ആൻറ്റിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ആ കുട്ടി JDA പഠിച്ച കുട്ടിയാണ്, നന്നായിട്ട് കെയർ ചെയ്യാനറിയാം. പക്ഷേ ഈ ആൻറ്റി അതിനൊന്നും സമ്മതിക്കുന്നില്ല. അതുകൊണ്ടാണ്. മോളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാവുമോ? ഞാൻ ആദ്യം വിചാരിച്ച പിണക്കാണെന്ന്, പക്ഷെ പിണക്കൊന്നുമല്ല എന്ന് പറയട്ടോ. അപ്പോൾ പെട്ടെന്ന് സുലോചനയ്ക്ക് എന്ത് പറയണമെന്ന് അറിയാത്ത ഒരവസ്ഥയായിട്ടോ. എന്നിട്ട് സിസ്റ്റർ പറയുന്നുണ്ട്, ഇതെന്തോ ഒരു വൈരാഗ്യം പോലെയാണ് എനിക്ക് തോന്നിയത്. ആ കുട്ടി എന്ത് ചെയ്യുന്നതും ആ കുട്ടി സമ്മതിക്കുന്നില്ല. ആ കുട്ടിക്കാണെന്നുണ്ടെങ്കിൽ പാവം എന്തൊക്കെയാണ് വേണമെങ്കിലും ചെയ്തു കൊടുക്കാൻ തയ്യാറാണെന്ന് പറയട്ടോ. മോള് തന്നെയാണല്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ പറഞ്ഞു, അത് മോള് ഞാൻ ആൻറ്റിയോട് ചോദിച്ചു മോളാണോന്ന്. അപ്പോൾ എന്നോട് കയ്യിൽ ഒരു പേപ്പർ കൊടുക്കാൻ പറഞ്ഞു. പേപ്പറിൽ എഴുതി കാണിച്ചു തന്നു അല്ലാന്ന് പറയാൻ കേട്ടോ. അപ്പോൾ പിന്നെ സത്യം തുറന്ന് പറയാതെ സുലോചനയ്ക്ക് പറ്റാതെ സുലോചന മോളെന്ന് പറഞ്ഞാൽ അങ്ങനെ വൈജയിച്ച് പ്രസവിച്ച മോളല്ല. ബാലേട്ടൻ്റെയും വൈജയിച്ചിൻ്റെയും കല്യാണം കഴിയുമ്പോൾ അലീന ഉണ്ട് എന്ന് പറയട്ടോ. ആണോ? അങ്ങനെയാണോ? ആ, ബാലേട്ടന് വേറൊരു സ്ത്രീയിലുണ്ടായ കൊച്ചാണെന്ന് പറയട്ടോ. ഓ, അപ്പോൾ രണ്ടാനമ്മയാണല്ലേ? വെറുതെ അല്ല ഇങ്ങനെ എന്ന് പറയും. ഇപ്പം ഈ കിടന്ന കിടപ്പിൽ ആ പെൺകുട്ടിയോട് ഇങ്ങനെയാണ് പെരുമാറണമെന്നുണ്ടെങ്കിൽ വീട്ടിലെങ്ങനെയായിരിക്കും എന്ന് ഞാൻ ആലോചിക്കുക എന്ന് പറയട്ടോ. അത് പിന്നെ എന്ന് പറയട്ടെ, കുറേ അനുഭവിക്കുന്നുണ്ടാവില്ല ആ പെൺകുട്ടി. അനുഭവിക്കാതെ വയ്യല്ലോ എന്ന് പറയാൻ കേട്ടോ സുലോചന. അതായത് സിസ്റ്റർ പറയാണ്, അത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം അമ്മായിമ്മ പോരും നാത്തും പോരും ഒന്നല്ല, രണ്ടാനമ്മര പോരാണ് എന്ന് പറയും. പാലേട്ടന് ഞങ്ങൾക്ക് അറിയാം, പാലേട്ടൻ്റെ കടയിൽ നിന്നല്ലേ ഞങ്ങൾ സ്വർണ്ണം എടുക്കാറ് എന്നൊക്കെ പറഞ്ഞിട്ട് സിസ്റ്റർ അങ്ങനെ പോകും. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് കൃഷ്ണമോളെ വിളിച്ചിട്ട് ബാലേന്ദ്രൻ ചോദിക്കുകയാണ്, മോളെ അലീന വന്നോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല അച്ഛാ, വന്നില്ല. നീ അവളെ വിളിച്ചില്ലേ എന്ന് ചോദിക്കുകയാണ്. ഞാൻ ട്യൂഷൻ കഴിഞ്ഞ് വന്നപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം അമ്മയുടെ അടുത്തായിരുന്നു അലീന ചേച്ചി. അപ്പോൾ അച്ഛൻ വിളിച്ചില്ലേ? ഞാൻ വിളിച്ചപ്പോൾ ഇപ്പോൾ എത്താമെന്ന് പറഞ്ഞല്ലോ. അവളവിടെ നിന്ന് പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എന്താവോ വരാത്തതെന്നൊക്കെ ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് പറയാൻ കേട്ടോ കൃഷ്ണമോളോട്. അച്ഛനൊന്നും കൂടി വിളിച്ചു നോക്കിയെന്ന് പറയും. അങ്ങനെ ബാലേന്ദ്രൻ അലീനയുടെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ഇട്ടാ. ഫോൺ സ്വിച്ച് ഓഫ് ആണ് മോളെ എന്ന് പറയട്ടോ. അയ്യോ ചേച്ചി ഒരിക്കലും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കില്ല, പിന്നെ ചാർജ് തീരാനും വഴിയില്ല, പുതിയ ഫോണല്ലേ എന്ന് പറയുകയാണേ. അന്നേരം ബാലേന്ദ്രൻ പറയും, ഇതെന്തോ കുഴപ്പമുണ്ട്, ഞാൻ ഗോവർദ്ധനെ ഒന്ന് വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ഗോവർദ്ധനെ വിളിക്കുകയാണേ. ഗോവർദ്ധൻ നീ എവിടെയാണ്? ഞാൻ ഹോസ്പിറ്റലുണ്ട് ബാലേട്ടാ. അലീനയോ? അലീന ഇവിടുന്ന് പോയല്ലോ, ഞാൻ വരുമ്പോഴേക്കും അലീന ഇവിടുന്ന് പോയിട്ടുണ്ടായി. നീ അവിടെ ഉണ്ടായിരുന്നില്ലേ? നിന്നല്ലേ ഞാൻ അവളെ ഏൽപ്പിച്ചത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഇവിടെ കൊണ്ടുവിടാനായിട്ട് നിന്നോടല്ലേ ഞാൻ അവളെ പറഞ്ഞത്? അതെ, ഞാനിവിടെ ഉണ്ടായില്ല ബാലേട്ടാ, എന്നെ ശിവേട്ടൻ റൂമിലേക്ക് വിളിപ്പിച്ചിട്ട് ഞാൻ റൂമിലേക്ക് പോയി എന്ന് പറയട്ടെ. അപ്പം തന്നെ ഒരു അപകടം മണക്കാണ് കേട്ടോ ബാലേന്ദ്രന്. ശിവേട്ടനോ? എന്തിന് ചോദിക്കും കേട്ടോ. അതെ, ചേച്ചിയുടെ ചികിത്സയ്ക്ക് ആവശ്യമായിട്ട് കുറച്ച് പണം തരാൻ വേണ്ടിയിട്ട്. കുറച്ച് പണം എന്ന് പറഞ്ഞാൽ എത്ര തന്നു? 1,00,000 രൂപ. 1,00,000 രൂപ നീ എന്തിനാണ് വാങ്ങിച്ചത്? നാളെ നീ അത് വാങ്ങിക്കോടാ എന്ന് ചോദിക്കാം കേട്ടോ. ഞാനെന്താ തിരിച്ചു കൊടുത്തോളാം ബാലേട്ടാ എന്ന് പറയാൻ കേട്ടോ. അത് അലീന ഇവിടെ എത്തിയിട്ടില്ല, നീ ഒരു കാര്യം ചെയ്യും, അലീന അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നു പറഞ്ഞിട്ട്. ശരി ബാലേട്ടാ, ഞാൻ നോക്കാം എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറയാണ്, മോളെ കൃഷ്ണേ നീ വേഗം റെഡിയാകും, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോകാം എന്ന് പറയുന്നത്. അയ്യോ ചേച്ചിക്ക് എന്ത് പറ്റി? അറിയില്ല, എന്തോ പ്രശ്നമുണ്ട്, നമുക്ക് വേഗം ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറയുകയാണേ. അങ്ങനെ ബാലേന്ദ്രനും കൃഷ്ണമോളും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. വണ്ടി കയറിയതിന് ശേഷം ശിവനെ വിളിക്കുകയാണ് കേട്ടോ ബാലേന്ദ്രൻ. അപ്പോൾ ശിവ ഫോൺ എടുക്കും. ശിവേട്ടാ ഞാനാണ്, ബാലേന്ദ്രനാണെന്ന് പറഞ്ഞിട്ട്. എന്താന്ന് ചോദിക്കും കേട്ടോ. അലീന എവിടെയും ചോദിക്കും കേട്ടോ. അലീനയോ? അലീന നീ എന്താ എന്നോട് ചോദിക്കുന്നത് ചോദിക്കും കേട്ടോ. നീയല്ലേ അവളെ ലോക്കൽ ഗാർഡിയൻ, നീയല്ലേ അവളെ സംരക്ഷിക്കുന്നത്, ഞാനല്ലല്ലോ എന്ന് പറയാം കേട്ടോ. ശിവേട്ടാ വെറുതെ തമാശ കളിക്കല്ലേട്ടാ, തീക്കൊള്ളി വെച്ചിട്ടുള്ള കളിയാണത്, അത് ഞാൻ ആദ്യമേ പറഞ്ഞിരിക്കാം. ഇപ്പം നിങ്ങൾ ചെയ്യുന്നതിനൊക്കെ നിങ്ങൾ അനുഭവിക്കും എന്ന് പറയാൻ കേട്ടോ. നീ ആരെയുടെ ഭീഷണിപ്പെടുത്തുന്നത് എന്നൊക്കെ ശിവനും ചോദിക്കുന്നുണ്ട് കേട്ടോ. നീ അലീനേനെ എന്നെ എടുത്ത് ഏൽപ്പിച്ചിട്ടാണോ പോയത്? ഞാനാണോ അവളെ ലോക്കൽ ഗാർഡിയൻ? നീയല്ല അലീനേനെ നോക്കേണ്ടത്, അല്ലാണ്ട് ഞാനല്ലല്ലോ എന്ന് പറയാൻ കേട്ടോ. അന്നേരം ബാലേന്ദ്രൻ ദേഷ്യം വരാൻ കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, ഞാൻ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യാൻ പോകാൻ കേട്ടോ എന്ന് പറയും. നീ പോലീസിലെ പട്ടാളത്തിൽ എവിടെ വേണമെങ്കിലും കംപ്ലയിൻറ്റ് ചെയ്തോടാ, എനിക്കെന്താ പ്രശ്നം? ഞാൻ കോടതിയിൽ വെച്ച് നമുക്ക് കാണാം, വേണമെങ്കിൽ സ്റ്റേഷനിൽ വെച്ചും കാണാം, എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് പറയാൻ കേട്ടോ. അന്നേരം ബാലേന്ദ്രൻ പറയാണ്, ഒരു കാര്യം ഞാൻ പറഞ്ഞിരിക്കാം, ഇപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോന്ന് പറയട്ടെ, എനിക്കൊന്നും പറയാനില്ല, എനിക്ക് അവളെവിടെയാണെന്ന് അറിയില്ല എന്ന് പറയട്ടോ. ഞാൻ അലീന എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ മറുപടിയാണ് പറയേണ്ടത്. അലീന എവിടെ പോയി, എന്ത് പറ്റി എന്നൊക്കെയല്ലേ നിങ്ങൾ എന്നോട് ചോദിക്കേണ്ടത്. പകരം നിങ്ങൾ എന്നോട് തട്ടിക്കയറി ചൂടാവില്ല ചെയ്തത്. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഇതിൽ നിങ്ങൾക്ക് എന്തോ പങ്കുണ്ടെന്ന്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞോ, ഇതോ ചെറിയ കാര്യമാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, നിങ്ങളിതിനെ അനുഭവിക്കും എന്നൊക്കെ പറയാൻ കേട്ടോ. അന്നേരം ശിവൻ പറഞ്ഞു, നീ എന്താണെന്ന് വെച്ച് പോയി ചെയ്യടാ, നീ പോലീസിൽ കേസ് കൊടുക്കുക എന്ത് വേണമെങ്കിലും ചെയ്തു, എനിക്കതൊരു ചുക്കില്ല,
നിങ്ങൾ എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ച് ഗൾഫിൽ പോകുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട കേട്ടോ, നിങ്ങളുടെ ജീവൻ എടുക്കും ഞാൻ എന്ന് പറയാൻ കേട്ടോ. അന്നേരം ദേഷ്യം വന്നിട്ട് ബാലേന്ദ്രൻ ഫോൺ കട്ട് ചെയ്യാണ്. ബാലേന്ദ്രൻ ഫോൺ കട്ട് ചെയ്യുമ്പോൾ ആകെ പേടിച്ചിരിക്കുകയാണ് കേട്ടോ കൃഷ്ണമോള്. അലീനയ്ക്ക് എന്ത് സംഭവിച്ചെന്ന്. എന്നിട്ട് ഫോൺ കട്ട് ചെയ്യുമ്പോൾ പറയുന്നത്, ഓ പിന്നെ അവനെൻ്റെ ജീവൻ എടുക്കാൻ അവനെന്താ കാലനാ എന്നൊക്കെ പറയാനേ. അതിന് ശേഷം പിന്നീട് മോളൊരു കാര്യം ചെയ്യും, മനുവേട്ടനെ വിളിക്കാൻ പറയാനേ. അങ്ങനെ കൃഷ്ണമോള് മനുവിനെ വിളിക്കുകയാണ്. മനുവിനെ വിളിച്ചിട്ട് എന്താ പറയേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവനോട് അവിടെ ഹോസ്പിറ്റലിൽ ഉണ്ടാവണമെന്ന് പറയാനേ. പക്ഷേ റിങ് ചെയ്യുന്നുണ്ട്, എടുക്കുന്നില്ല അച്ഛ എന്ന് കൃഷ്ണമോള് പറയുകയാണ്. അങ്ങനെ ആകെ ടെൻഷൻ അടിച്ചിട്ട് കൃഷ്ണമോൾ ഇങ്ങനെ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതേ സമയം അലീനയാണെന്നുണ്ടെങ്കിൽ കാണിക്കുന്നുണ്ട്, ലാസ്റ്റ് ഒരു ഗോഡൗണിൽ അലീനെ കൊണ്ട് തള്ളുന്ന ഒരു ഭാഗം കാണിക്കുന്നുണ്ട്. പിന്നെ പ്രമോ ആണ് കാണിക്കുന്നത്. പ്രമോല് ഹോസ്പിറ്റലിൽ എത്തിയതിന് ശേഷം സുനന്ദര ഹസ്ബൻഡും ഉണ്ടാവും. അപ്പോൾ സുനന്ദര ഹസ്ബൻഡ് പോലീസാണല്ലോ. അപ്പോൾ പറഞ്ഞിട്ട് ഇതൊരു കേസാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നീട് ഇതിന് തല ഊരി പോരാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് കാര്യങ്ങൾ തീരുമാനിക്കണമെന്നുണ്ടെങ്കിൽ നന്നായി ആലോചിച്ചിട്ട് വേണമെന്ന് പറയും. അങ്ങനെ നമ്മുടെ മനുവിനെ വിളിച്ചിട്ട് ബാലേന്ദ്രൻ കാര്യങ്ങൾ പറയാണ് കേട്ടോ. കാണാനില്ലല്ലോ, എന്തേ പറയുന്നത്, നിൻ്റെ അച്ഛനും കൊച്ചച്ഛനും അതിൽ പങ്കിട്ടെന്ന് പറഞ്ഞ വഴിക്ക് വേഗം തന്നെ മനു ഹോട്ടലിലേക്ക് ചെല്ലാണ്. എന്നിട്ട് അച്ഛനെ ചോദ്യം ചെയ്യാണ്. അലിനെ കാണാനില്ല, നിങ്ങൾക്ക് രണ്ടുപേർക്കും അതിൽ പങ്കിടുന്നതെന്ന് എനിക്കറിയാം, നന്നായിട്ടറിയാം എന്ന് പറയും കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, നീ എന്താണിട്ടാണ് പറയുന്നത്, ഞങ്ങൾക്ക് ഒരു പങ്കും ഇല്ല എന്നൊക്കെ പറയാൻ കേട്ടോ. അച്ഛൻ വെറുതെ തമാശ കളിക്കേണ്ട കേട്ടോ, ഇത് തീക്കൊള്ളി വെച്ചിട്ടുള്ള കളിയാണ്, ചെറിയ കളിയാണെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അച്ഛനെ ഭീഷണിപ്പെടുത്താണ്. നിനക്ക് പറ്റുന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യടാന്ന് പറഞ്ഞിട്ട് ഇന്ന് തന്നെ അലീനെ കണ്ടുപിടിക്കും, ഉറപ്പായിട്ടും ഈ രാത്രി തന്നെ ഞാൻ അവളെ കണ്ടുപിടിച്ചിരിക്കും എന്ന് പറഞ്ഞിട്ട് വെല്ലുവിളിച്ചിട്ട് പോകാനിട്ട്. അത് കണ്ടിട്ട് ശിവനും രാജുവിനും ആകെ പേടിയാണ്. ഇതറിഞ്ഞ ഗംഗാധരനാണെന്നുണ്ടെങ്കിൽ ഇതറിയാണ്. അറിഞ്ഞ വഴിക്ക് ശിവനെയും രാജീവിനെ വിളിച്ചിട്ട് ഒരുപാട് വഴക്ക് പറഞ്ഞാണ്, നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്, ഇതിൻ്റെ ഫലം അനുഭവിക്കാൻ പോകുന്നതൊക്കെ പറഞ്ഞിട്ട് ചീത്ത പറയുന്നുണ്ട്.